ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു വെള്ളക്കടലക്കറി ഉണ്ടാക്കിയാലോ? അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ ചെയ്യാം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെള്ളക്കടലക്കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇതാ 1.5 കപ്പ് കടല വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 സവോള എടുത്തിട്ടുണ്ട്. സവോള ചെറിയ സവോള ആയതുകൊണ്ടാണ് 3 സവോള എടുത്തിട്ടുള്ളത്. വലിയ സവോളയാണെങ്കിൽ 2 തന്നെ മതി. പിന്നെ 2 പച്ചമുളക്, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഇതുപോലെ ഒരു പീസ് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടയൊന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കാം. കടല നമ്മൾ നന്നായിട്ട് കുക്കറിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് എടുത്തിടാൻ പോകുന്നത്. ഒരു 10 മണിക്കൂറൊക്കെ സോക്ക് ചെയ്തിട്ട് കടലയാണ് കേട്ടോ ഇതുപോലെ വേവിച്ചെടുക്കാൻ നല്ലത്. കടലയിലേക്ക് 1-2 കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടല മുഴുവൻ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളകും, കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 3/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഉപ്പ് 3/4 ടീസ്പൂണേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഇനി ഈ കടലയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കടല വേവിക്കുക. ഒരു 5 വിസിൽ 6 വിസിൽ വരുന്ന അത്രയും നമുക്ക് കടല വേവിച്ചെടുക്കാം. അപ്പോൾ കടലയൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. കടല കുക്കാവുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയും സവാളയും നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാം നമുക്ക് ഇപ്പോൾ ചെയ്തെടുക്കാം. അതിനുശേഷം കടലയ്ക്ക് വേണ്ട ഗ്രേവി റെഡിയാക്കാനുള്ള കാര്യങ്ങളും കൂടി തുടങ്ങാം. ഇപ്പോൾ നമ്മുടെ കടലയൊക്കെ കുക്കായി കഴിഞ്ഞു. ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് മസാല ഉണ്ടാക്കാനായിട്ട്. അതിനായിട്ട് പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചെറിയ ബർണറിൽ വേണം ഈ ഒരു പാൻ വയ്ക്കാനായിട്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഒരുപാട് ചൂടായി പോകണ്ടാട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 3 പീസ് പട്ട, അതുപോലെ തന്നെ 3 ഏലക്ക, 4 ഗ്രാമ്പൂ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർന്നൊന്ന് ചൂടായി പെരിഞ്ജീരകമൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇപ്പോൾ ബർണർ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ജീരകം പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കണം. നമ്മുടെ ഗ്രാമ്പൂ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, ജീരകവും പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് 1-2 കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തതാണ്, അതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഈ എണ്ണയിൽ കിടന്നൊന്ന് കുക്കായി വരണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അധികം സമയം വേണ്ട, വേഗം തന്നെ കുക്കായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവാള, ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും തക്കാളിയും ഒക്കെ കുക്കാവാൻ ആവശ്യമായ എണ്ണ നമ്മുടെ ഈ പാനിൽ ഉണ്ടാവണം. ഇനി നമുക്കിത് ഇളക്കി നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വരണം, അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യുക, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ സവോളയൊക്കെ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയമായി. ഇതാ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. സവോള ഒന്ന് 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കാര്യവും കൂടി ചേർക്കാനുണ്ട്. ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയും തക്കാളിയും ചേർത്തിട്ട് വീണ്ടും ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞ് കുക്കായി വരണം. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. ബാക്കി കടല വേവിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ദിവസം രാവിലെ ചെയ്താലും മതി, സമയമില്ലാന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഈ മസാല നമുക്ക് പ്രിപ്പയർ ചെയ്ത് ഒരാഴ്ചത്തേക്ക് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഒരുമിച്ച് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ മസാലയൊന്ന് കുക്കായി വരട്ടെ, തക്കാളിയൊക്കെ ഒന്ന് കുക്കായി ഉടഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കഴിഞ്ഞിട്ടൊരു 2-3 മിനിറ്റ് ആയി. ഇത് കണ്ടോ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ചൂട് മാറാനായിട്ട്. ഈ മസാലയുടെ ചൂട് മാറി കഴിയുമ്പോൾ നമുക്കത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി അരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത അരപ്പ് വഴറ്റി റെഡിയാക്കി അതേ പാനിലേക്ക് തന്നെ മാറ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയെടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കട്ടെ. ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടുവെള്ളത്തിൽ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചൂടുവെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കുക. ഈ ഒരു അരപ്പിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നമ്മളൊന്ന് ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ച് തീർന്നിട്ടുണ്ട്. ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് നമ്മൾ കടലയും കടല വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഞാൻ മുഴുവൻ കടലയും ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഒന്ന് കടല ചേർത്ത് മിക്സ് ചെയ്തിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി കടല ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കടലയും കടല വേവിച്ച വെള്ളവും എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് എരിവൊക്കെ ചെക്ക് ചെയ്യാം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി ഇതാ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കടലക്കറിയുടെ പരിപാടി. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ വിതറിയിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുമില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.